ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം അല്ലേ പ്രോപ്പർട്ടി. പേജ് നമ്പർ 127 അല്ലേ നിർത്തിയേ? ഓക്കെ, അതില് ഒന്നാമത്തെ എക്സാമ്പിൾ പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. Example 2. The angles of a triangle are x plus 10 degree, x plus 40 degree, and 2x minus 30 degree. Find the measure of all the angles and assign a special name to the triangle. Question എന്താ? 3 ആംഗിൾസിന്റെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആംഗിൾസിന്റെ മെഷർമെന്റ് എത്രയാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ആംഗിൾസിന്റെ ബേസില് ട്രയാങ്കിളിന് ഏത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഏതൊക്കെയായിരുന്നു ആംഗിൾ മെഷർമെന്റ്? ആംഗിൾ മെഷർമെന്റ് ഏതൊക്കെയായിരുന്നു? എക്സ് പ്ലസ് x plus 10 degree, x plus 10 degree, പിന്നെ x plus 40 degree, x plus 40 degree, പിന്നെ 2x minus 30 degree. 3 ആംഗിൾ മെഷർമെന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഓരോ ആംഗിൾസും എത്രയാന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്ന് കണ്ടുപിടിക്കണം. 3 ആംഗിൾസും തന്നാൽ 3 ആംഗിൾസിന്റെയും സം എത്രയാന്ന് നമുക്കറിയാം. 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും അറിയാം? എത്ര കിട്ടും? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും സം എത്രയാ? 180 ഡിഗ്രി. അപ്പൊ ഇത് 3ഉം കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണ്ടേ? അതായത് ആ ബ്രാക്കറ്റ് എല്ലാം അങ്ങ് ഒഴിവാക്കി എഴുതിയാൽ x plus 10 plus x plus 40 plus 2x minus 30 equal to 180 ഡിഗ്രി. ഇനി എന്ത് വേണം? ഇതിൽ എക്സിനെ എല്ലാം ഒരുമിച്ചാക്കണം, എക്സ് അല്ലാത്തതിനെല്ലാം മാറ്റി വെക്കണം. എക്സിനെല്ലാം ഒരുമിച്ചാക്കിയാൽ 1x, ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്, ഇവിടെ 2x. 1x plus 1x plus 2x എത്രയാ? 1x plus 1x plus 2x. ഒരെക്സും 2xും 4x. 4x plus എക്സ് അല്ലാത്തതൊക്കെ, എക്സ് ഇല്ലാത്ത ടേംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്താൽ 10 plus 40. ഇവിടെ 30ന്റെ കൂടെ മൈനസ് സൈൻ ആണ്. അപ്പൊ 10 plus 40 minus 30. 10 plus 40 minus 30 equal to 180 degree. 4x plus 10 plus 40 50. 50 minus 30 20 equal to 180. Equal to 180. ഇനി എക്സിന്റെ ടേമിനെ മാത്രം LHSൽ വെക്കുക, എക്സ് ഇല്ലാത്ത ടേംസ് ഒക്കെ RHSലേക്ക് കൊണ്ടുപോവാം. അപ്പൊ എക്സിന്റെ ടേം എന്ന് പറയുമ്പോൾ 4x. 4x equal to 180 plus 20യെ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ minus 20. അപ്പൊ 4x എന്ന് പറഞ്ഞത് 4x is equal to 180 minus 20 160. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. x is equal to 160 divided by 4 equal to 40. എക്സിന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി? 40 ആന്ന് കിട്ടി. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ആംഗിൾ
ഒന്നാമത്തേത് x plus 10. x plus 10. x ന്റെ പ്ലേസിൽ 40 കൊടുക്കുക. 40 plus 10 equal to 50. ഇനി രണ്ടാമത്തെ ആംഗിൾ എത്രയാ? x plus 40. x plus 40 എന്ന് പറയുമ്പോൾ x ന്റെ പ്ലേസിൽ 40 കൊടുത്താൽ 40 plus 40 equal to 80. മൂന്നാമത്തെ ആംഗിൾ x minus 30. x ന്റെ പ്ലേസിൽ 40 കൊടുത്താൽ 2 into 40 minus 30. 2 into 40, 80. 80 minus 30 equal to 50. അപ്പൊ മൂന്ന് ആംഗിൾസും നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. 50, 80, 50. ഈ മൂന്ന് ആംഗിൾസിന്റെ പ്രത്യേകത എന്താ? ആംഗിൾസ് നോക്കിയിട്ട് ട്രയാങ്കിൾ ഏത് ടൈപ്പാന്ന് പറയാൻ പറ്റുമല്ലോ. ഈ മൂന്ന് ആംഗിളും, ഒന്ന് 50 ഡിഗ്രി, ഒന്ന് 80 ഡിഗ്രി, ഒന്ന് 50 ഡിഗ്രി. മൂന്ന് ആംഗിൾസും acute angles ആണല്ലോ. 90 ഡിഗ്രിനേക്കാളും ചെറുതല്ലേ. So it is an acute angled triangle. It is an acute angled triangle. Any? Miss, x plus 10 അതിന്റെ താഴെ 40 plus 10. 40 എങ്ങനെയാ വന്നേ? x ന്റെ വാല്യൂ 40 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇതാ x equal to 40. ന്റെ വാല്യൂ നമ്മൾ ഇതിൽ ആദ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ x ന്റെ വാല്യൂ വെച്ചിട്ട് ഈ മൂന്ന് ആംഗിൾസിന്റെയും മെഷർമെന്റും കണ്ടുപിടിച്ചു. ഓക്കെ, വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ രണ്ട് ആംഗിൾ മെഷർമെന്റ് സെയിം ആണ് അല്ലെ. രണ്ട് ആംഗിൾ മെഷർമെന്റ് സെയിം ആവുമ്പോൾ അതിന്റെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. രണ്ട് ആംഗിൾ മെഷർമെന്റ് സെയിം ആവുമ്പോ ആ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്നും പറയാം. അപ്പൊ എന്ത് കൺക്ലൂഷനിലെത്തും? ഇറ്റ് ഈസ് ആൻ acute angled triangle since all the angles are acute angles. It is an acute angled triangle since all the angles are acute angles. It is also an isosceles triangle since the opposite sides of same angles are same.
It is an acute angle triangle since all angles are acute angles. It is also an isosceles triangle since the opposite sides of the same angles are same. ഇവിടെ രണ്ട് 50 degree angles വരുന്നുണ്ട്. അതുകൊണ്ട് ആ 50 ഡിഗ്രീന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. സോ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ ആ ട്രയാങ്കിളിനെ നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. എല്ലാ ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആണെങ്കിൽ അതിനെ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. So the given triangle is an acute angled triangle and isosceles triangle. അപ്പോൾ നമുക്ക് ആംഗിൾ മെഷർമെന്റ് നോക്കിയിട്ട് എന്ത് പറയാം? ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഇപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിൽ ഒന്ന് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ ഒന്ന് 90 ഡിഗ്രി ആയിരിക്കും. ബാക്കിയുള്ള രണ്ട് ആംഗിൾസും 45 ഡിഗ്രി വീതമാണെങ്കിൽ ബാക്കി രണ്ടെണ്ണം സെയിം അല്ലേ? രണ്ട് ആംഗിൾസും സെയിം അല്ലേ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും സെയിം ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി an isosceles triangle. ആംഗിൾ മെഷർമെന്റ് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഏത് ടൈപ്പ് ആണെന്ന് പറയാം. എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾഡ് റൈറ്റ് എല്ലാ ആംഗിൾസും ഡിഫറെന്റ് ആണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ മനസ്സിലായോ? അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോട്ടിലേക്ക് എഴുതി വെച്ചു. പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചു. ടൈപ്പ് ചെയ്തതിന്റെ കൂടെ തന്നെ എഴുതിക്കും. If all the angles are of different measurement, it will be an equilateral triangle അല്ല, scalene triangle ആയിരിക്കുമേ. എല്ലാ സൈഡ്സും ഡിഫറെന്റ് ആയിട്ടുള്ളത് scalene triangle അല്ലേ? Scalene triangle. It will be an scalene triangle. Then second point, if two angles are of same measurement, if two angles are of same measurement, it will be an isosceles triangle. Then third point, if the angles are 90 degree, 45 degree and 45 degree, it will be a right angled and isosceles triangle. If the angles are 90 degree, 45 degree and 45 degree, it will be a right angle
and isosceles triangle. ഇത് 3 പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഓർമ്മിച്ച് വെക്കണേ. First point, if all the angles are of different measurement, it will be an scalene triangle. Second one, if two angles are of same measurement, it will be an isosceles triangle. Then third one, if the angles are 90 degree, 45 degree, 45 degree, then it will be a right angle and isosceles triangle. Degree എഴുതുമ്പോ ഡിഗ്രീന്ന് നിങ്ങൾ മെഷർമെന്റിന്റെ മേലെ എഴുതണേ. ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ ടൈപ്പ് ചെയ്യാത്ത കേട്ടോ. ഡിഗ്രി എഴുതാൻ മറന്നു പോവല്ലേ. 90 ഡിഗ്രി ഞാൻ പറയുന്നതേ ഉള്ളൂ, എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാത്തെ കേട്ടോ. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഡിഗ്രി തന്നെ എഴുതണം കേട്ടോ. 90 degree, 45 degree and 45 degree. It will be a right angled and isosceles triangle. എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Of the three angles of a triangle, one is 3 times the smallest and other is 5 times the smallest. Find the angles. 3 angles ഒരു ട്രയാങ്കിളിന്റെ അതിന്റെ ഏറ്റവും ചെറിയ ആംഗിളിന്റെ ഏറ്റവും ചെറിയ ആംഗിളിന്റെ 3 times ആണ് സെക്കൻഡ് ആംഗിൾ. ആ ചെറിയ ആംഗിളിന്റെ 5 times ആണ് എന്ത് മൂന്നാമത്തെ ആംഗിൾ. എങ്ങനെ കണ്ടുപിടിക്കും ആംഗിൾ മെഷർമെന്റ് ഏതൊക്കെയാണ്? എങ്ങനെ കണ്ടുപിടിക്കും? ചെറിയ ആംഗിളിന് അറിയാത്തൊരു ആംഗിളിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ, ആ സ്മോളസ്റ്റ് ആംഗിൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ സെക്കൻഡ് ആംഗിളിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? ആ എക്സിന്റെ 3 times 3 മടങ്ങ്. അപ്പൊ എത്രയായിരിക്കും വരാ? എത്രയായിരിക്കും വരാ? 3 മടങ്ങ് എന്ന് പറയുമ്പോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അപ്പൊ സ്മോളസ്റ്റ് ആംഗിളിന്റെ 3 times എന്ന് പറയുമ്പോ എക്സിന്റെ 3 times 3x. എക്സിന്റെ 3 times 3x. 5 times എന്ന് പറഞ്ഞാലോ എക്സിന്റെ 5 times 5x. അപ്പോ ഏറ്റവും സ്മോളസ്റ്റ് ആംഗിൾ എക്സും സ്മോളസ്റ്റ് ആംഗിൾ എക്സ്, സെക്കൻഡ് ആംഗിൾ smallest angle x, second angle three times the smallest angle 3x, third angle five times the smallest angle 5x. ഇതിന്റെ മെഷർമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അതായത് x plus 3x plus 5x equal to 180 എന്ന് കിട്ടണം. x plus 3x plus 5x എത്രയാ? ഒരു എക്സും 3xും 5xും കൂട്ടിയാൽ എത്ര കിട്ടും? 1 plus 3 4, 4 plus 5 9, 9x എന്ന് കിട്ടും. 9x.
9x is equal to 180 degree. ഇനി ഇതിൽ x ന്റെ വാല്യൂ കണ്ടുപിടിക്കാലോ. x is equal to 180 divided by 9, that's equal to 20 degree. x ന്റെ വാല്യൂ 20 ഡിഗ്രി ആണ് കിട്ടി. x equal to 20 degree. അങ്ങനെയാണെങ്കിൽ 3x എത്രയായിരിക്കും? രണ്ടാമത്തെ ആംഗിൾ 3x is equal to 3 into 20 equal to 60 degree. 5x എത്രയായിരിക്കും? 5x is equal to 5 into 20 equal to 100. അപ്പൊ ഈ 20യും 60യും 100ഉം കൂട്ടിയാൽ 180 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ. കിട്ടുന്നുണ്ടല്ലോ. 20 plus 60 plus 100 180 ഡിഗ്രി എന്ന് കിട്ടും. ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ പ്രോബ്ലം ചെയ്യാൻ ഈസി ആണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ള കുറെ പ്രോബ്ലംസ് ഇതിലുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എല്ലാം പറയാനെന്നാലും സമയം കിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് exterior angle property of a triangle, page number 133. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. സെക്കൻഡ് പ്രോപ്പർട്ടി exterior angle property of a triangle, page number 133. കണ്ടോ? exterior angle property of a triangle.